പ്രത്യേകിച്ച് 3 തരം വഖഫുകളാണ് ഇവിടെ ഉള്ളത്. ഏത് 3 തരം വഖഫുകളാണ് ഇന്ത്യയിലുള്ളത്? എന്താണ്? 1 വഖഫുൻ നാമ, 2 വഖഫുൽ ഖൗലി, 3 വഖഫുൽ ബൈഊസ. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ. വഖഫുൻ നാമ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രേഖകളും കാര്യങ്ങളും ഒക്കെയുള്ള ഭൂമിക്കാണ് വഖഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ വഖഫുൽ ഖൗലി, അതായത് വാക്കുകൾ കൊണ്ട് മൊഴിഞ്ഞ വഖഫുകൾ. ഈ പണ്ട് കാലങ്ങളിൽ ഇവിടെയാണ് വിഷയങ്ങൾ ഫുള്ളും സംഭവിക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫുൽ ബൈഊസർ, കാലങ്ങളായി ഒരു സ്വത്ത് ദീനിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഫ് ചെയ്യൽ കൊണ്ടും അതും വഖഫായി പോകുന്നതാണ്. ഈ 2 കാര്യങ്ങൾ കുഴപ്പമില്ല. ഈ രണ്ടാമത്തെ വിഷയത്തിലാണ് ഇന്നിവിടെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ആളുകൾ എന്താണ്, ഒരു ഗ്രാമപ്രദേശം, ആ ഗ്രാമപ്രദേശത്തില് ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി, നമസ്കരിക്കുന്നതിന് വേണ്ടി, ജുമാ നടത്തുന്നതിന് വേണ്ടി ഒക്കെ എന്താണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തന്റെ ഒരു സ്വത്തിൽ നിന്ന് ഒരു 5 സെന്റ് സ്ഥലം ഓരോരുത്തർ വെച്ച് ഇങ്ങനെ കൈമാറി പള്ളി പണിയാൻ വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കും. ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ പിൻകാലത്ത് ആ തലമുറ കഴിഞ്ഞ് പിന്നെ ഒരു തലമുറ വരുമ്പോൾ ആ ചെറിയ ഒരു കുടിൽ പോലത്തെ പള്ളിയായിരിക്കും മുൻഗാമികൾ കിട്ടിയത്. മനസ്സിലാക്കണം. പിന്നീട് അടുത്ത തലമുറ വന്നപ്പോ എന്താണ്, ഇത് വലിയ പള്ളികളായി മസ്ജിദുകളായി ഒക്കെ മാറി. മനസ്സിലായോ? പിന്നെ അതിന് ട്രൂഫും കാര്യങ്ങളും ഒന്നും ഇല്ല. കാരണം അവർ ഇഷ്ടദാനം കൊടുത്തതാണ്. അത് നമ്മുടെ ഹലാലായ സമ്പത്താണത്. ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത നമ്മുടെ സ്വത്തുക്കളാണ്. അത് സംരക്ഷിക്കൽ നമ്മുടെ കടമയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇന്ത്യൻ ഭരണകൂടം, ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ ഇന്ന് ഈ വഖഫ് ബില്ല് പാസ്സാക്കി കളഞ്ഞത്. ഇതുപോലുള്ള വിഷയങ്ങൾ ഇതെല്ലാം അപഹരിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്ര രീതിയിലാണ് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നാളെ ഇവര് വേറെ നിയമങ്ങൾ ഇറക്കുമ്പോഴും കണ്ണടച്ചുകൊണ്ടിരിക്കേണ്ട വരും. നാളെ അടുത്ത ബില്ല് ഇനി അടുത്ത പാസ്സാക്കാൻ തൊപ്പി വെക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി വെക്കാതിരിക്കേണ്ട